ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് എന്താ പറയാ, ഇതുപോലെ തന്നെ സാറ്റിൻ ഓർഗൻസ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഇത് നമ്മൾ എപ്പോഴും പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതുപോലെ ഒരു എന്താ പറയാ, ഒരു പിങ്കിന്റെയും കൂടെ ഒരു ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വെറൈറ്റി ആണ്. എപ്പോഴും നമ്മൾ ഇപ്പൊ ട്രൈ കളർ ചെയ്തായിരുന്നു, മേലോട്ടും താഴോട്ടൊക്കെ ഡിഫറൻസ് ആയിട്ട്. പക്ഷെ ഇതിപ്പോ ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ട് നല്ല അടിപൊളിയാണ്. ഇത് ബ്ലാക്കിലോട്ട് ബാക്കും കോഫി കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ, ഡാർക്ക്. അതിനകത്തോട്ട് ഇതേപോലെ ഒരു പിങ്കിന്റെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് മൊഡാൽ സിൽക്കിന്റെ ഒരു യോക്ക് കൊടുത്തിട്ട് ചെറിയൊരു ഹാൻഡ് വർക്ക് ചെയ്ത് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വി നെക്ക് ആണ് പാറ്റേൺ വരുന്നത്, എയർലൈൻ പാറ്റേൺ ആണ്. ഒരു ഇൻവേർട്ടഡ് പ്ലീറ്റും നമ്മൾ ഇതിനകത്തോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഓക്കെ, ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇതിന്റെ ഫാബ്രിക് കണ്ടോ, ഭയങ്കര ഒരു സിൽക്കി ഫീൽ ഉണ്ട് കണ്ടു. ഇതുപോലെ വന്നിട്ട് ബാക്കിലോട്ട് ഇതേപോലെ ഈ ഒരു പാച്ച് കൊടുത്തിട്ട് ഇതാണ് അതിന്റെ യോക്ക് വരുന്നത്. ഫിനിഷിംഗ് ആയിട്ടില്ല കേട്ടോ, ഇതാണ് അതിന്റെ യോക്ക് വരുന്നത്. ഞാൻ ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഇട്ട് തരാം. ഇതേപോലെ ലെങ്ത് 48 വരുന്നുണ്ട്. ഇൻവേർട്ടഡ് പിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ലെങ്ത് 48 ആണ്. അപ്പം റെഡി പീസുകളാണ് കേട്ടോ, നമുക്ക് അധികം ലിമിറ്റഡ് മെറ്റീരിയൽസേ ഉള്ളൂ. അപ്പം ഇതൊരു പാറ്റേൺ, ഇതിന്റെ യോക്കിലോട്ടുള്ളത് ഇതേപോലെ ക്ലോസ് ആയിട്ട് ഞാനൊരു പിക്ക് ഇട്ട് തരാം. ഓക്കെ, ഇനി നമ്മള് ഇതുപോലെ വേറൊരു പാറ്റേണും കൂടി ഇട്ട് ബ്ലാക്കിലോട്ട് തന്നെ ഈ കോളർ തന്നെ വെച്ചിട്ട് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഇതുപോലെ, ഇതും ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ജോർജറ്റ് ആണ് കേട്ടോ. ഇത് ജോർജറ്റിലെ ഇതും ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക് ആണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ക്രഷ്ഡ് ഓർഗൻസന്റെ. ബാക്ക് സൈഡ് ഇതേപോലെ വരും. ഇത് ഞാൻ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, അടുത്ത പിന്നെ ഇതേപോലെ ഒരു പേർപ്പിൾ കളർ നമ്മൾ ട്രൈ കളർ ചെയ്തില്ലേ, അതിന്റെ തന്നെ സിംഗിൾ കളർ വന്നിട്ട് ഇതേപോലെ ഒരു യോക്കിലോട്ട് ഒരു എന്താ പറയുക, ഈ ഒരു ഫാബ്രിക് ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. യോക്കിലോട്ട് സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. ലെങ്ത് 48 ആണ് ഇതിന്റെ വരുന്നത്. അപ്പൊ ഇതും ഞാൻ വേറെ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ശരിക്കും ഒരു ഹാൻഡ് വർക്കിന്റെ പോലെ തന്നെ ഫിനിഷിങ്, അതേപോലെ പേഴ്സും സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വി കോളർ വി നെക്ക് പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവേർട്ടഡ് പ്ലീറ്റ്സും വെച്ചിട്ടുണ്ട്. നമുക്ക് അത് അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് അറിയാം. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ലെങ്ത് 48 വരുന്നുണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അത്ര ഭംഗിയാണ്. നമ്മൾ ബ്ലാക്കിലോട്ട് എന്ത് ഡിസൈൻ ചെയ്താലും നല്ല ഭംഗിയാണ്, ആരിട്ടാലും നല്ല ഭംഗിയാണ്. അതുപോലെ യോക്ക് ഇതേപോലെ കൊടുത്തിട്ട് ബസ് ലെവലിൽ നിന്ന് താഴോട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് 48 വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതിന്റെ റേറ്റ് 2250 ആണ്. സെയിം ടോൺ തന്നെ ജോർജറ്റ് വേണമെങ്കിൽ ദുപ്പട്ട വേണം എന്നുള്ളത്. ഇങ്ങനെ ഒരു ഫ്രോക്ക് ആയിട്ട് വേറെ ചെയ്യുന്നതാണ് അതിന്റെ ഭംഗി. ആംഗിൾ ലെങ്ത് പെൻസിൽ ബോട്ടം വേണമെങ്കിൽ 650 എക്സ്ട്രാ വരുന്നുണ്ട്. അത് എക്സ്ട്രാ ആണ് കേട്ടോ. പിന്നെ സ്ലീവ് ലൈനിങ് വേണമെങ്കിൽ അതും സ്പെഷ്യലി പറയണം. നേരത്തെ ഞാൻ വേറെ ചെയ്ത മെറ്റീരിയൽ കാണിച്ചു തരാം. അതാണ് അതിന്റെ ഏറ്റവും വലിയ ആ മെറ്റീരിയൽസ് വരുമ്പോഴാണ് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്താലും നല്ല ഭംഗിയാണ്. സിമ്പിൾ വർക്ക്സ് കണ്ടോ, ഇതാണ് ആ മെറ്റീരിയൽ വരുന്നത്. അതിന്റെ യോക്കും സെയിം ഈ ഒരു പാറ്റേൺ തന്നെയാണ്. ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതുപോലെ നെക്ക് കണ്ടോ, നമ്മൾ വി നെക്കിലോട്ട് നല്ല സ്കാൽപ്പ് ഒക്കെ ചെയ്തിട്ട് ഇതേപോലെ ഉണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ചൊരു വലിയ പീസാണ് കൊടുത്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രോക്ക് ആയിട്ട് വേറെ, ഞാൻ പറഞ്ഞു എപ്പോഴും പറയുന്ന പോലെ കുർത്തി എന്നുള്ളൊരു കൺസെപ്റ്റ് വിട്ടിട്ട് ഇതുപോലെ താഴെ ചെറിയ ലെങ്ത് ലെഗിൻസോ എന്തെങ്കിലുമൊക്കെ വേറെ ചെയ്തിട്ട് ഫ്രോക്ക് പോലെ വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് കാണിച്ചത് നമുക്ക് റെഡി ടു ഡെസ്പാച്ച് പീസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.